പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നൊവേനയിലും ആരാധനയിലും പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നേ ദിനം ഈ അൾത്താരയ്ക്ക് ചുറ്റും നാം ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്നേ ദിനം ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ചതിന് തമ്പുരാനോട് നമുക്ക് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകം മക്കൾ വിശുദ്ധ ബലി കാണുവാൻ കഴിയാതെ ഭവനങ്ങളിൽ കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ലൊരു കുമ്പസാരം നടത്തുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും നല്ല സാഹചര്യങ്ങൾ കുർബാനയിൽ പങ്കുകൊള്ളുവാനും കുമ്പസാരിക്കുവാനും കുദാശകർമ്മങ്ങളൊക്കെ അതിലൊക്കെ സജീവമായി പങ്കുകൊള്ളുവാനായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ എത്രയും വേഗം തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി ദൈവമക്കളായ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വിശുദ്ധ ബലി നാം അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കാം. എളിമയെന്ന പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന എളിമയുടെ ഉത്തമ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവദൂതൻ ദൈവത്തിൻ്റെ സന്ദേശവുമായി കടന്നു വരുമ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ പിതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സാധിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എളിമ എന്ന പുണ്യം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും എളിമ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും നമ്മുടെ അഹങ്കാരം പല പരാജയങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോയിട്ടുണ്ട്. എളിമയോടുകൂടെ ജീവിക്കുവാനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഉള്ള അനുഗ്രഹം നൽകണമേ എന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 23ാം ചരമവാർഷികമാണ്. മദർ തെരേസയുടെ മധ്യസ്ഥ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ജീവിച്ച് ക്രിസ്തുവിനെ കൊടുത്തവളാണ് വിശുദ്ധ മദർ തെരേസ. ഈ വിശുദ്ധയുടെ ജീവിതം നമുക്കൊക്കെ ചിരപരിചിതമാണ്. ഈ വിശുദ്ധയെപ്പോലെ ജീവിക്കുവാൻ, വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനും മധ്യസ്ഥ സഹായം എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നും ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി നാം അർപ്പിക്കുമ്പോൾ ചക്കാലക്കൽ തങ്കമ്മ വർഗീസ്, ടിൻസൻ, ജസമ്മ മേരി, ജൂഡ്സൺ, ഏറനാട്ട് വിനോണി വില്യം, മെൽവിൻ പാതുവ, ബിയാട്രീസ, വില്യം ഫെലിക്സ് എറിക്മാൻ, റീറ്റസ് പാതുവ, തണ്ണിക്കോട്ട് ഫിലോമിന കുടുംബം, ഡിംപിൾ, മേരി സ്മിത, വലന്റീന, മരിയ, ആൽഡിൻ, ജോസഫ്, തെക്കേ വീട്ടിൽ ആൻ്റണി, മേരി, ഷീബ, മരിയ, സോണിയ, തച്ചേത്ത് ഡേവിഡ്, ജെക്സി, ശില്പ, ശീതൾ, നടീപറമ്പിൽ ഡൊമിനിക്, അൽഫോൺസ. ഈ കുടുംബങ്ങളെ ഇന്ന് നമുക്ക് ഓർക്കാം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്നും നമ്മുടെ ജീവിത നിയോഗങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് ആത്മശാന്തി നൽകണമെന്നും നമ്മുടെ ജീവിതത്തിലെല്ലാ നിയോഗങ്ങളും കുട്ടികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കുടുംബത്തിലെ മാതാപിതാക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം.
വസിക്കാതെ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെല്ലാം തമ്പുരാനെ ഈ സമയം വിശുദ്ധ ബലിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളതെല്ലാം, ആ തെറ്റുകളെല്ലാം ഞങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കുരിശിൽ കിടന്നു ദാഹിക്കുന്ന അങ്ങേ പുത്രന്റെ സ്നേഹത്തിന് പാവപ്പെട്ടവരോടുള്ള നിസ്തുല സ്നേഹത്തോടെ പ്രത്യുത്തരം നൽകുവാൻ കന്യകയായ വിശുദ്ധ തെരേസയെ അങ്ങ് വിളിച്ചുവല്ലോ. ഈ കന്യകയുടെ മാധ്യസ്ഥത്താൽ വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായം 6-15. സഹോദരരെ, എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരാണെന്നോ? നിങ്ങൾ സമ്പന്നരായെന്നോ? നിങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ? ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അപമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചോറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നത്, വത്സല മക്കളെ എന്ന പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം,
പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർവവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടുന്നു. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. പരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഒരു ബലിവസ്തുവായി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിലെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ സ്വരങ്ങൾ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങൾ വരെ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മക്കളുടെ കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങേ പുത്രന്റെ നിസ്സീമമായ സ്നേഹത്തിന്റെ പ്രവൃത്തി അനുസ്മരിക്കുന്ന ഞങ്ങളെ വിശുദ്ധ തെരേസയുടെ മാതൃകയാണ് അങ്ങയോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ചിരവും ന്യായമത്രേ. കർത്താവേ, പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗത്പൂജിതനേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുക ഏറ്റവും ഉചിതമാണല്ലോ. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരെയും ധന്യരുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കൂട്ടാം, കരങ്ങൾ കൂപ്പാം. ദൈവം വസിക്കുന്ന ഇടമാണ് എൻ്റെ ആത്മാവിൻ്റെ ഹൃദയം. മറ്റൊരു വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ഇടം കൊടുക്കേണ്ടതല്ല നമ്മുടെ ഹൃദയം. ദൈവത്തിന് ഇടം കൊടുക്കുക. ദൈവത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് വിളിക്കേണ്ടവരാണ് നാം എല്ലാവരും. ദൈവമുണ്ടെങ്കിലേ, എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിലേ എൻ്റെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ.
പരിശുദ്ധ അമ്മ ഈ നിമിഷം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. തൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തം നമുക്ക് വേണ്ടി പകുത്തു നൽകുന്ന സ്തോത്രയാഗ കർമ്മത്തിലാണ് നാം ആയിരിക്കുക. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അനുദിനം വിശുദ്ധ ബലിയിലൂടെ പുത്രനായ ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി നൽകുന്ന തിരുശരീര രക്തങ്ങളുടെ സംരക്ഷണം. ഈശോയെ സ്വീകരിക്കുവാൻ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ സമൂഹത്തെ, ഈ ലോകത്തെ, പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സന്തോഷത്തോടെ ഈ ലോകത്തിലുള്ള സർവ്വജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ, പ്രത്യേകിച്ച് മനുഷ്യരായ ദൈവമക്കളായ ഞങ്ങൾക്ക് ജീവിക്കുവാൻ അനുയോജ്യമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒരുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ നിയോഗങ്ങൾ ഓർക്കാം. എൻ്റെ കുടുംബത്തിൽ ഉള്ള നന്മകൾ, സന്തോഷം, കുറവ്, പോരായ്മകൾ എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോ കാണുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ. എൻ്റെ കുടുംബത്തിൻ്റെ കുറവുകൾ, പോരായ്മകളെല്ലാം ഈശോയ്ക്കറിയാം. എല്ലാം നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടുകൂടെ ഈ സ്തോത്രയാഗ കർമ്മത്തിൽ പങ്കുചേരാം. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഒരിടം തരണേ കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനു ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, യേശുവേ ആരാധന. ഒരുമിച്ച് യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുവധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും തിരുസഭയോടും ഒത്ത് അങ്ങേ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ ഞങ്ങളെ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിൽ ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപ്പ് പിതാവിനോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ മദർ തെരേസയോടും സകല വിശുദ്ധരോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒക്കെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന ആലപിക്കാം.
പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ
രക്ഷാകരമായ ഉദാശിയുടെ മാധുര്യത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ തെരേസയുടെ സ്നേഹം അനുകരിച്ചുകൊണ്ട് ആ വിശുദ്ധയുടെ മഹത്വത്തിൽ ഞങ്ങളും പങ്കുകാരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവിൻ. ദിവ്യ ബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഭൂമിയിൽ രോഗങ്ങളാലും കഷ്ടതകളാലും അവശത അനുഭവിക്കുന്ന നിരാലംബരായ മക്കളുടെ ദിവ്യ സാന്ത്വനമായി പരിശുദ്ധാരോഗ്യ മാതാവിന് ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ പിതാവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആവശ്യനേരങ്ങളിൽ മനുഷ്യരെ സഹായിക്കുവാൻ സദാസന്നദ്ധരായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം വഴി കാനായിലെ കല്യാണ വിരുന്നിൽ സഹായമരുളിയതുപോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അമ്മയുടെ സഹായം എന്നും ഉണ്ടാകണമേ. മാനസികവും ശാരീരികവും ആത്മീയവുമായ അനാരോഗ്യത്താൽ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രത്യാശയോടെ അണയുന്നു. സ്വർഗീയ മാതാവേ, അങ്ങ് ദിവ്യസാന്ത്വനം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ആരോഗ്യ മാതാവിനോടുള്ള നവനാജപം. ഏറ്റവും ദിവ്യകന്യകേ, ഏറ്റവും ദിവ്യകന്യകേ, ഈശോയുടെ ഈശോയുടെ അതിനിർമ്മല അതിനിർമ്മല മാതാവാകുവാൻ
മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കുവാൻ നിന്റെ ഈ വിനീത ഭക്തരെ അനുവദിച്ചാലും ദുഃഖിതരിൽ അലിവേറും നാഥേ ഞങ്ങളുടെ തീവ്ര പ്രാർത്ഥനകൾ വഴി ആനന്ദത്തെ നവീകരിക്കുവാനോ വർദ്ധിപ്പിക്കാൻ പോലുമോ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം. അവാച്യമായ ആനന്ദത്തെ ഭക്തിയ അനുസ്മരിക്കുന്നവർക്ക് നീ പറഞ്ഞൊത്ത പ്രത്യേക സംരക്ഷണം കഷ്ടതകളിൽ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് തരിക. ദിവ്യകുമാരന്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ചും ചോദിക്കുന്ന ഏവനും സ്വീകരിക്കും എന്ന തന്റെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും നിന്റെ പ്രാർത്ഥനകളിലൊക്കെ വല്ലഭത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നൊവേന വഴി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി സമർപ്പിക്കാം. അവ നൽകുക ദൈവഹിതമെങ്കിൽ എനിക്ക് നീ ലഭിച്ചു തരിക. അത് ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം ലഭിച്ചു തരിക. അങ്ങ് മഹത്വത്തിനായി ഞങ്ങൾ കഴിക്കുന്ന ഈ നവനാൾ വഴി എന്റെ മാധ്യസ്ഥത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം പ്രകടമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുക്കുമാരൻ തിരുവുദരത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച അലൗകിക സ്നേഹാനന്ദത്തിന്റെ മഹിമയ്ക്കായി ഞങ്ങൾ ഈ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള ഞങ്ങളുടെ വണക്കം കുറിക്കുവാൻ ഞങ്ങളിതാ ഹൃദയവികാരങ്ങളെയും ഈ 9 നന്മ നിറഞ്ഞ മറിയവും നിനക്ക് കാഴ്ചവെക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. ഓ ദൈവമാതാവേ, ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ വിവാദനം ചെയ്ത ആദരവണക്കങ്ങളോടൊന്നിച്ച്
പ്രത്യാശ അങ്ങേ വല്ലഭമേറും മധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും വചനമാംസമായപ്പോൾ നീ അനുഭവിച്ച ആനന്ദ വായ്പിനെ പ്രതി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ എന്ന് രാഗലന്മാരുടെ ആശ്വാസമായ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വത്തിനായി ഞങ്ങളെക്കാലവും ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഈ ഉദ്ദേശത്തിനായി കാഴ്ചവെക്കുന്നു. നിന്റെ ഹൃദയത്തെ എന്നെന്നും എരിയിച്ച സ്നേഹാർഹമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ എളിയ യാചനകൾ കേൾക്കണമേ എന്നും ഞങ്ങളുടെ അപേക്ഷകൾ സാധിച്ചു തരണമേ എന്നും നിന്നോട് ഞങ്ങൾ ഏറ്റവും വിനീതമായി യാചിക്കുന്നു. ആരോഗ്യനാഥയുടെ ലുത്തനിയ കർത്താവെ അനുഗ്രഹിക്കണമേ, 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 കർത്താവ് ഞങ്ങളെ കേൾക്കണമേ, കർത്താവ് ഞങ്ങളെ കരുണയോടെ കേൾക്കണമേ. ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ, രക്ഷകനായ പുത്രൻ തമ്പുരാനെ, ബഹുദാശ തമ്പുരാനെ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, മറിയമേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്താൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യനാഥേ, മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തപ്പെട്ട ആരോഗ്യനാഥേ, ആദത്തിന് ഏദൻ തോട്ടത്തിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ട ആരോഗ്യനാഥേ, പ്രവാചകന്മാരാൽ പ്രകീർത്തിതയായ ഉഷകാല താരമായ ആരോഗ്യനാഥേ, ലോകത്തിന് നന്മ കൈവരുത്തുന്ന വെൺമേഘമായ ആരോഗ്യനാഥേ, നന്മയുടെ നികേതനമായ ആരോഗ്യനാഥേ, പിതാക്കന്മാർ പുണ്യവതി എന്ന ജനനത്തിന് മുമ്പ് തന്നെ പ്രകീർത്തിതയായ ആരോഗ്യനാഥേ, ജന്മപാപമെഴാതെ ഉത്ഭവിച്ച ആരോഗ്യനാഥേ, പിശാചിന്റെ തലയെ തകർത്ത ആരോഗ്യനാഥേ, ഇസ്രായേലിനെ ഭരിച്ച 16 രാജാക്കളുടെ പിൻഗാമികളുടെ ഉന്നത ഗോത്രത്തിൽ ഇരുന്ന ആരോഗ്യനാഥേ, വിശുദ്ധ യോവാക്കിന്റെ അന്നായുടെയും ശിശുവായ ആരോഗ്യനാഥേ, വളരെ വയസ്സായ മാതാപിതാക്കളിൽ നിന്നും ജാതയായ ആരോഗ്യനാഥേ, സർവ്വ മാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും ശോഭയോടെ ജാതയായ ആരോഗ്യനാഥേ, ഏറ്റവും അധികം ഭക്തിയോടെ ലോകത്തിലേക്ക് വന്ന ആരോഗ്യനാഥേ, ദൈവപ്രസാദവര ദീപമായ ആരോഗ്യനാഥേ, ദൈവപ്രസാദത്തിന് പുറമെ ദൈവിക ബന്ധത്താലും അനുഗ്രഹീതയായ ആരോഗ്യനാഥേ, സകല വിശുദ്ധരേക്കാൾ നന്മ സ്വരൂപിണിയായ ആരോഗ്യനാഥേ, സ്വർഗീയ പ്രഭയാൽ ജനനാവസരത്തിൽ തന്നെ അലങ്കൃതയായ ആരോഗ്യനാഥേ, ജനനത്താൽ സ്വർഗവാസികൾക്ക് ഇമ്പമരുളിയ ആരോഗ്യനാഥേ, ജനനാനന്തരം വിനാവിളംബം ദൈവത്തിന് സമർപ്പിതയായ ആരോഗ്യനാഥേ, മേരി എന്ന മധുര നാമം സ്വീകരിച്ച ആരോഗ്യനാഥേ, 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ആരോഗ്യനാഥേ, വിശുദ്ധ പുണ്യത്തിൽ ഏറ്റവും അധികം ശുഷ്കാന്തിയോടെ വ്യാപരിച്ച ആരോഗ്യനാഥേ, കന്യാലയ നിവാസികളുടെ മാതൃകയായ ആരോഗ്യനാഥേ, രോഗികളുടെ പീഡകൾ മാറ്റുന്ന ആരോഗ്യനാഥേ, അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ അപ്രമാദ സങ്കേതമായ ആരോഗ്യനാഥേ, സകല വിശുദ്ധരുടെയും സ്വർഗീയ കിരീടമായ ആരോഗ്യനാഥേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. നിന്റെ അതിനിർമ്മല മാതാവാകുവാൻ ഭാഗ്യപ്പെട്ട കന്യകാമരിയെ നിന്റെ അവാച്യമായ ദൈവ പരിപാലനയാൽ തിരഞ്ഞെടുത്ത ദൈവമേ, സതതം സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങൾക്കായുള്ള അവളുടെ പ്രാർത്ഥനകൾ വഴി നീ കാരുണ്യപൂർവ്വം സാധിച്ചു കൊടുക്കണമേ. ആമേൻ. ശത്രുവിൻ അണികൾ തകർ
ആരാധനയുടെ സമയമാണ്. ഈശോയെ നമുക്ക് കാണാം. ഈശോയെ കാണുവാൻ എൻ്റെ ആത്മീയ നേത്രങ്ങൾ എനിക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ നാം കാണണം, കേൾക്കണം, അവനെ അനുഭവിക്കണം, ആസ്വദിക്കണം. ദൈവമക്കളാണ് നാം എല്ലാവരും. ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നാം എല്ലാവരും. ആരും ദൈവത്തിൻ്റെ മുൻപിൽ അന്യരല്ല. എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ളത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നവരെല്ലാവരും, അവരൊക്കെ ദൈവം തന്നതാണ്. എന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി, നാം അവരെ സ്നേഹിക്കുന്നതിന് വേണ്ടി പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്നതിന് വേണ്ടി. ഈശോയെ, ഇന്നിവിടെ ഈ ആരാധന നിമിഷം കൂടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, മാതാപിതാക്കളെയും, അവിടെയുള്ള മക്കളെയും, അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ എന്ന മഹാമാരി മൂലം വേദനിക്കുന്ന ധാരാളം മക്കളുണ്ട്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാതെ വിഷമിക്കുന്ന ധാരാളം മക്കളുണ്ട്. അഡ്മിഷന് വേണ്ടി ത്തിലും പ്ലസ് ടുവിലും ഡിഗ്രിയിലും ഒക്കെ അഡ്മിഷന് വേണ്ടി ആയിരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടബാധ്യതയാൽ വിഷമിക്കുന്ന ധാരാളം മക്കളുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതെല്ലാം നമുക്കറിയാം. ഈശോയ്ക്കറിയാം. നമ്മളെക്കാളും കൂടുതൽ ആ ബുദ്ധിമുട്ടൊക്കെ ഈശോയ്ക്കറിയാം. നമ്മുടെ ജീവനെ കാണുന്നവനാണ്, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. അവിടുന്ന് എല്ലാം ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 62:1 പറയുന്നുണ്ട്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. സങ്കീർത്തനം 62:1. ഈ ആരാധന സമയം ഈ വചനം, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. നമ്മുടെ ചെവികളിൽ ഈശോ മന്ത്രിക്കുകയാണ്, ദൈവത്തിൽ മാത്രമാണ്, ഞാനാണ് ആശ്വാസം, ഞാനാണ് നിനക്ക് രക്ഷ നൽകുന്നത്, ഞാൻ മാത്രമാണ് നിന്റെ ആശ്വാസം, ഞാനാണ് നിനക്ക് യഥാർത്ഥമായ രക്ഷ നൽകുന്നത്. കർത്താവാണ് എൻ്റെ അഭയശിലയും കോട്ടയും. കർത്താവാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഈശോയില്ലാതെ സന്തോഷമില്ല, ഈശോയില്ലാതെ രക്ഷയില്ല, ഈശോയില്ലാതെ സമാധാനമില്ല, ഈശോയെ കൂട്ടുപിടിക്കാതെ ജീവിതത്തിൽ വിജയമില്ല. ഈ സത്യം മനസ്സിലാക്കി ജീവിക്കുക. അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തോട് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ും
പരിശുദ്ധ പരമാധിപ കാരണത്തിന് നേരവും ആരാധനയെ സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് സ്തുതി അർപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്നേഹത്തോടെ സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.